അമ്മയെപ്പറ്റി ദുസ്വപ്നം കണ്ട വിഷമത്തിൽ ഉദയനെ ആശ്വസിപ്പിക്കുന്ന നന്ദന. തങ്കപ്പനാശാരി സുമിത്രയുടെ വീട്ടിലെത്തുന്നു. ലൈല മനീഷിന് കൊണ്ടുവരുന്ന ചായ തങ്കപ്പനാശാരി ബലമായി വാങ്ങിക്കുടിക്കുന്നു. മനീഷിൽ അതൃപ്തി. ഹരിപ്രസാദിന് പെണ്ണ് കാണാൻ പോകാനുള്ള ഒരുക്കവുമായി ഹരിയുടെ അച്ഛനും അമ്മയും. അവർ സഞ്ചരിക്കുന്ന വാഹനം യാത്രാമധ്യേ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇനി തുടർന്ന് കാണുക. എന്റെ ഈശ്വര, ഒന്ന് സ്പീഡപ്പ് ചെയ്യ് ഷാജി. വിളിച്ചിട്ടാരെയും കിട്ടുന്നില്ല സാറേ. ഒന്നുകൂടെ നോക്കണോ? കിട്ടില്ല, ആരെയും കിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന്റെ കുണമാ അത്. ആ വന്ന് ദിവസത്തിനെയും പള്ളു പറയാൻ തുടങ്ങി. ദാഹിച്ചിട്ട് വയ്യ. ശകലം വെള്ളം കിട്ടുമോ ഹരി? ഇവിടെ കടയില്ലമ്മേ, ഒറ്റപ്പെട്ട സ്ഥലവാ. ഒരു കുപ്പി ജീരക വെള്ളം എടുത്ത് വണ്ടിയെ വെക്കാൻ ഞാൻ പറഞ്ഞതാ. പ്രഭാകരൻ സമ്മതിച്ചില്ല. പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കാൻസർ കയറി ഇരിപ്പുണ്ട് പോലും. എനിക്കും ദാഹിക്കുന്നുണ്ട്. ഹലോ, ഒരു മെക്കാനിക്കിനെ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ അടുത്താ? ഓ, എന്നാ ശരി. ഹലോ, എന്തായി ഷാജി, വല്ല മെക്കാനിക്കിനെയും കിട്ടിയോ? ആളിനെ കിട്ടി, പക്ഷേ കുറച്ച് സമയം എടുക്കും വരാൻ. തൊണ്ട വരണ്ടിട്ട് വയ്യ. കുറച്ച് വെള്ളം കിട്ടാൻ വല്ല വഴിയും ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ആ കാണുന്ന വീട്ടിൽ കയറിയെന്നോ. വണ്ടി ശരിയായി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ശരി. അയ്യോ, അത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. വല്ല വീട്ടിലും കയറിയിരിക്കുന്നത് എങ്ങനെയാ? സ്ഥലം പോലും പരിചയമില്ല. ഏതെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ചോണ്ട് വന്നാലും മതി. ഞാൻ ഈ വീട്ടിലൊന്ന് നോക്കട്ടെ. അയാള് പറഞ്ഞത് ശരിയാ. ഈ വെയിലത്ത് നിന്ന് പൊരിയാതെ നമുക്ക് അവിടെ കയറിയിരിക്കാം. എടോ, തനിക്ക് ആ വീട്ടുകാരെ പരിചയമുണ്ടോ? ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത്? ഓ, ബെസ്റ്റ്. അല്ലെങ്കിലും എല്ലാരും മനുഷ്യരല്ലേ പ്രഭാകര? നിങ്ങൾ നിക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട്. ചെല്ലേ. സാറേ, ആ വീട്ടിൽ കയറിയിരുന്നു. ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. എന്നാ വാടാ, വന്നേ. നല്ല ഒന്നാന്തരം വീട്. ഇനി കുറച്ച് മോശമായിരുന്നാൽ എന്താ? നമുക്ക് കുറച്ചു നേരം ഇരുന്നാ പോലെ. ജലജേ, വരണം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമസ്കാരം. ഐ എം രവികുമാർ. ജലജേ, ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഡ്രൈവർ പറഞ്ഞു വീട് അസലായിട്ടുണ്ടെന്ന് ഞാൻ പറയായിരുന്നേ. 2 വർഷമായതേ ഉള്ളൂ. ജലജയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു വീട് പണി. ജലജേ, ഞങ്ങളങ്ങ് ദുബായിലായിരുന്നു. ഞാൻ മോളെയും കൊണ്ട് നേരത്തെ പോന്നു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ചായ കുടിക്കാം. ഓ, ചായ വേണമെന്നില്ല, എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടിയാ മതി. ദാഹിച്ച് വശം കെട്ടിരിക്കാ രേണുക. അതിനെന്താ, ദാ ചായ എടുത്ത് ദാ വരുന്നു. സാറും വൈഫും മോളും ഉള്ളോ ഇവിടെ? അതെ. ഓ, ആക്ച്വലി എന്റെ തറവാട് കുറച്ച് അപ്പുറത്താ. ഇവിടെ പുതിയ വീട് വെച്ചതാ. ഓ, ചായ കൊടുക്കും മോളെ. അല്ല, ഇതിപ്പോ ചായ മാത്രം അല്ലല്ലോ.
എന്താ കുട്ടിയുടെ പേര്? സുപ്രിയ. ആ ഐശ്വര്യമുള്ള പേരാണല്ലോ. ദുബായിലായിരുന്നെങ്കിലും മോള് നല്ല ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയും. ഓ അല്ല ഇദ്ദേഹം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അയാൾ അങ്ങനെ മിണ്ടാൻ തുടങ്ങിയാ പിന്നെ നിർത്താനാ പാട്. ചായയും കൊണ്ട് മോള് വരാൻ ഞാൻ ധൃതി വെച്ചതിന് കാരണമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, 10:30 മുതൽ 12 വരെ രാഹുകാല. ഒരു ശുഭകാര്യമല്ലേ, രാഹുകാലത്തിന് മുമ്പ് നടന്നോട്ടെ എന്ന് കരുതി. ആ നിങ്ങൾ വരുമ്പോ സമയം 10:25. എന്തായാലും ചടങ്ങ് കഴിഞ്ഞല്ലോ. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസ. പത്തനംതിട്ടയിൽ ഏതു ഭാഗത്താ വീട്? എന്റെ ഒരു അച്ഛൻ പെങ്ങൾ അവിടെ ഉണ്ട്. സ്ഥലം നാരങ്ങാണെന്ന് പറയും. അല്ല ശ്യാമിന് സുപ്രിയോട് പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാൻ കേട്ടോ. അല്ലത് അകത്തേക്ക് ചെന്നോളൂ. അതെ സാറേ, എന്തോ ഒരു കൺഫ്യൂഷൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങള് പത്തനംതിട്ട നല്ല വരുന്നത്. ഇവന്റെ പേര് ശ്യാമൊന്നും അല്ല. ഏ? അല്ല സാറിന്റെ പേര് രത്നകുമാർ എന്നല്ലേ? അല്ല, ഞാൻ പ്രഭാകരൻ. ആ ഇതെന്റെ അളിയൻ അച്യുതക്കുറുപ്പ്. ആ മോന്റെ പേര് ഹരിപ്രസാദ് എന്നാ. അപ്പൊ നിങ്ങൾ ശങ്കരപ്പിള്ള സാറ് പറഞ്ഞിട്ട് വന്ന ആൾക്കാരല്ലേ? ഏത് ശങ്കരപ്പിള്ള സാറ്? ഷോ അബദ്ധമായല്ലോ. ഞങ്ങളൊരു പാർട്ടിയെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു കേട്ടോ. അല്ല മോളെ കാണാൻ ഒരു പയ്യൻ വരുമെന്ന് ശങ്കരപ്പിള്ള സാർ പറഞ്ഞിരുന്നേ. 2-3 ദിവസത്തിനുള്ളിൽ വരുമെന്ന് അറിയിച്ചിരുന്നത്. പത്തനംതിട്ടയിലുള്ളൊരു ശ്യാം. അല്ല ഡ്രൈവർ വന്ന് പറഞ്ഞപ്പോ അവരാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോറി. മിസ്റ്റേക്ക് അല്ല സാറേ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അല്ല അതിന് സോറി പറയുന്നത് എന്തിനാ? ലാഘവത്തോടെ കണ്ടാ പോരെ. ഇനിയിപ്പോ ഒരു സത്യം പറയാം. ഞങ്ങൾ ഒരു പെണ്ണ് കാണാൻ ഇറങ്ങി തിരിച്ചതാ വൈക്കത്ത്. ഇയാൾക്ക് വേണ്ടിയാ. ഓ അതിനിടയ്ക്കാ ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. വണ്ടി കേടായപ്പം അടുത്ത് കണ്ട വീട്ടിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചതാ. ഏത് സാറേ വണ്ടി റെഡിയായി. ഓ ആ ഇപ്പൊ അതും ഓക്കെ ആയി. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ മോന്റെ പേര് ഞാനങ്ങ് മറന്നു. ഹരിപ്രസാദ്. ആ ഇലക്ട്രിസിറ്റി ഓഫീസിലാ ജോലി, തൃശ്ശൂരേ. എന്നാ ആ, ശരി. ഓ തൃപ്തിയായല്ലോ എല്ലാവർക്കും. എന്ത് ബോറായി പോയെന്നറിയോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. മനഃപൂർവ്വം അല്ലല്ലോ ഹരി, ഒരു അബദ്ധം പറ്റിയതല്ലേ. അബദ്ധമാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും. അച്ഛമാവാ, സത്യമായിട്ട് ഞാൻ ഈ കേസിൽ പ്രതി അല്ല. താനെന്താ വീട്ടിൽ ചെന്ന് പറഞ്ഞത്? പെണ്ണ് കാണാൻ ഇറങ്ങിയ ഒരു പാർട്ടിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പൊ അങ്ങോട്ട് ചെല്ലും, ഇത്ര ഞാൻ പറഞ്ഞോളൂ. എന്താ സാറേ? നോൺസെൻസ്. കേട്ടല്ലോ, ഒരു വാക്കബദ്ധം. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എന്തു പറ്റി സാറേ? വെള്ളം കിട്ടിയില്ലേ? ഒന്നുമില്ല, താൻ പോയി വണ്ടി എടുക്ക. അയ്യോ എന്താ? എന്റെ ഫോൺ മടിയിലെങ്ങാനും വെച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇനി ആ വീട്ടിലെങ്ങാനും വെച്ചിട്ട് പോന്നോ? ആ ശരിയാ, കേറിയപ്പോ അവിടെ വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ശോ, ഇനി അവിടെ കയറി ചെല്ലണമല്ലോ. ചെല്ലാതെ പിന്നെ ഫോൺ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എന്നാ അച്ചോട്ടിനും കൂടെ ഒന്ന് കൂടെ വാ. ഓ വാ, ഫോൺ എടുത്തിട്ട് വരാം.
പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു വെക്കാമായിരുന്നു. കൂടുതൽ എന്തറിയാനാ? പേര് ഹരിപ്രസാദ്, സർക്കാർ ജോലിയുണ്ട്. അച്ഛനും അമ്മയും അമ്മാവനും കൂടിയാ വന്നത്. അതല്ല, അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് ചോദിച്ചു വെക്കാമായിരുന്നു. എന്തിനാ ജലജേ? നീ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. അവരൊരു കുട്ടിയെ കാണാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ, അത് നടക്കട്ടെ. നമ്മൾ വേറൊരു പയ്യനെ പ്രതീക്ഷിച്ചിരിക്കല്ലേ, അവര് വരട്ടെ. പത്തനംതിട്ടക്കാർ ഇന്നലെ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഇന്ന് ഇതുവരെയും കണ്ടില്ല. അതിന് ഇന്നത്തെ ദിവസം അവസാനിച്ചിട്ടില്ലല്ലോ, വെയിറ്റ് ചെയ്യാം. അതെ, പ്രഭാകരന്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി. അതിനെന്താ? ദാ, എടുത്തോട്ടെ. എന്നാ വണ്ടിയെ കയറുന്നതിന് മുമ്പ് ഓർത്തു. നേരെ വൈകത്തിനായിരിക്കും. അതെ. എന്തായാലും വീണ്ടും ഇവിടെ വരെ വന്നതല്ലേ, ആ നമ്പറും തന്നേക്കും. അതിനെന്താ, ഞങ്ങളുടെ രണ്ടുപേരുടെയും നമ്പർ തരാം. എഴുതിക്കോ. 99941068 ഇനി വൈക്കത്ത് വരെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് താമസിക്കും. അതിനിപ്പോ എന്താ, എപ്പോഴെങ്കിലും അങ്ങ് എത്തിയാ പോരെ. ഫോൺ വെച്ച് മറന്നത് അച്ഛനായത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ യുദ്ധം നടന്നേനെ. ഷാജിയെ, വണ്ടി എടുത്തോ. എന്ന് വെച്ച് ഞങ്ങളെ കയറ്റിട്ടേ പോകാവുള്ളേ. അതാരാ ഈ നേരത്ത്? വൈക്കത്തൂന്ന. ഓ, ചെല്ലാൻ വൈകുന്നതുകൊണ്ടായിരിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങള് വന്നുകൊണ്ടിരിക്ക. ഇടയ്ക്ക് കാർ ഒന്നും ബ്രേക്ക് ഡൗൺ ആയി. എന്നിട്ട് എന്നാ ഞങ്ങൾ ആശുപത്രിയിലോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. എന്തു പറ്റിയേട്ടാ? പ്രഭാര, എന്ത് പറ്റി പ്രഭാര? വണ്ടി തിരിച്ചുവിടാം, വീട്ടിലേക്ക് തന്നെ പോകാമെന്ന്. കാര്യം എന്താന്ന് വെച്ചാ പറയടൂ. പെണ്ണ് കാണാൻ ചെല്ലണ്ടെന്നാ അവരിപ്പോ വിളിച്ച് പറഞ്ഞത്. പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും രാവിലെ ഒരു ആക്സിഡന്റ്. അമ്പലത്തിൽ തൊഴുതിട്ട് വരുന്ന വഴിക്ക് അവരുടെ കാർ എന്തോ അപകടത്തിൽപ്പെട്ടു. രണ്ടുപേരും ഇപ്പൊ ഹോസ്പിറ്റലില്ല. ഓ, സകലപ്പഴയായല്ലോ. അതാ അവരും പറയുന്നത്. കുട്ടിയുടെ അച്ഛന്റെ അനുജനാ ഇപ്പൊ വിളിച്ചത്. പെണ്ണ് കാണാനായിട്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവർ പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പൊ സമാധാനമായല്ലോ. വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? എന്നാ പിന്നെ തിരിച്ചു പോവാം. അതാ നല്ലത്. കയറട്ടെ അങ്ങോട്ട്. ഹലോ, സാറിന് ഇപ്പൊ തൃപ്തിയായല്ലോ. വണ്ടി വിടറോ? അച്ഛാ, മോളെ, എനിക്ക് തോന്നി അച്ഛനും അമ്മ ഇന്നോ നാളെ വരുമെന്ന്. കുറച്ച് പലഹാരങ്ങളാ. എവിടെ ചേച്ചി മനീഷും? അമ്മ ഇവിടെ ഉണ്ട്. മനുഷ്യട്ടൻ പുറത്തേക്ക് പോയി. മനീഷ് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോന്ന് അച്ഛൻ ചോദിച്ചേ. കുഴപ്പമൊന്നുമില്ലമ്മേ. ആ പറച്ചിലിനൊരു ഉറപ്പ് പോരല്ലേ മോളെ? ഇപ്പോഴും അവൻ കുടിക്കാറുണ്ടോ? ഇവിടെ നിൽക്കാതെ വാ അകത്തേക്ക്. ഒന്ന് നിന്നേ. നിനക്കിവിടെ സുഖാണോ ലൈലേ? അതെ അമ്മേ. ഉള്ളത് പറ. സുമിത്രേച്ചി നല്ല അടുപ്പത്തിലാണോ പെരുമാറുന്നത്, അതോ ഉടക്കാണോ? മുൻകോപം അമ്മയുടെ ഒരു രീതിയാ, പക്ഷേ മനസ്സിൽ സ്നേഹമുണ്ട്. ചന്ദ്രികെ, മകളോട് സുമിത്ര മുൻകോപം കാണിക്കുന്നു ചുരുക്കം. മനസ്സിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വല്ലവരുടെയും പേരിൽ ബാങ്കിൽ പൈസ കിടപ്പുണ്ടെന്ന് പറയുന്ന പോലേ ഉള്ളൂ. ദേ പെണ്ണെ, ആരുടെയും മുൻകോപം മുഷിച്ചിലും ഒന്നും കാണേണ്ട കാര്യം നിനക്കില്ല. നീ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നവളല്ല, വഴിയിന്ന് മനീഷ് പിടിച്ചോണ്ട് വന്നവളും അല്ല. സുമിത്രേച്ചിയാ നമ്മുടെ വീട്ടിൽ താലിയും കൊണ്ട് വന്നതും മിന്നുകെട്ട് നടത്തിയതും.
നിന്നോട് ഒരധികപ്പറ്റ് വർത്താനം പറയാനും ചേച്ചിക്ക് അവകാശമില്ല. അമ്മ അങ്ങനെ ഒന്നും പെരുമാറുന്നില്ല. ഉള്ള കാര്യം നേരെ ചൊവ്വേ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. പിന്നെ അതും ഇതും പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. അമ്മയും മോനെയും പൂർണ്ണമായി വിശ്വസിക്കാൻ വയ്യാത്തോണ്ട് പറയുന്നതാ. ആരെ വിശ്വാസമില്ലെന്നാ പറയുന്നേ? ആരെ വിശ്വാസമില്ലെന്നാ പറയുന്നേ? അല്ല, അത് പിന്നെ ചന്ദ്രിക വെറുതെ അല്ല, മനീഷിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. അത് സത്യമാണെന്ന് ചേച്ചിക്കും അറിയാം. വിശ്വാസം അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളുടെ മോളെ അവനെ കൊണ്ട് കെട്ടിച്ചത്? ഇതാ ഇപ്പൊ നന്നായേ. ഞങ്ങളാണോ താലികെട്ട് നടത്തിയത്? നിങ്ങളുടെ മുമ്പിൽ വെച്ചായിരുന്നല്ലോ. അപ്പൊ വേണ്ടാന്ന് പറയായിരുന്നല്ലോ. കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കല്ലേ സുമിത്രേച്ചി. സാഹചര്യങ്ങൾ നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. പെണ്ണിനെ ഇങ്ങോട്ട് വിട്ടൂന്ന് വെച്ച് ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കണ്ടേ? വേണ്ടെന്ന് ചിലപ്പോ ചേച്ചി പറയുമായിരിക്കും. ഇവിടുന്ന് ഒരു കൊച്ചിനെ കുട്ടനാട്ടേക്ക് അയച്ചിട്ട് സുമിത്രേച്ചി എത്ര തവണ അന്വേഷിച്ചു പോയിട്ടുണ്ട്. എന്തിനാ അമ്മേ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? സംസാരിക്കട്ടെ. അതിനുള്ള അവകാശവും അധികാരവും ഒക്കെ ഇപ്പൊ ഉണ്ടല്ലോ. അവകാശം ഉണ്ടായിരിക്കും, പക്ഷെ അധികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ വന്ന കാര്യം പറ ചന്ദ്രികേ. അവകാശത്തെപ്പറ്റി ഇപ്പൊ സൂചിപ്പിച്ചു. അത് വെച്ച് ചോദിക്കുക, എന്താ മനുഷ്യന്റെ ഭാവി പരിപാടി? അവൻ വല്ലതും പറഞ്ഞോ? നിങ്ങളുമായിട്ടല്ലേ നല്ല അടുപ്പം. അവിടെ പറയാത്തൊന്നും എന്നോട് പറയാറില്ല. ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. മനീഷ് നന്നാവേണ്ടത് ചേച്ചിയുടെയും ലൈല നന്നാവേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല കാലം വരേണ്ടത് നമ്മുടെ രണ്ടു കൂട്ടരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ചോദിക്കുക, തുണിക്കടയുടെ കാര്യത്തില് മനീഷ് എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കറിഞ്ഞൂടെ. ലൈലയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലമ്മേ. പറഞ്ഞില്ലെങ്കിൽ നീ ചോദിക്കണം. തുണിക്കട തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയേ പറ്റൂ. ലൈലയും കൂടെ ഉണ്ടാവും. സെയിൽസ് ഗേളായി നിന്ന പരിചയം ഉണ്ടല്ലോ ലൈലയ്ക്ക്. വെറുതെ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. എന്ത് കാര്യത്തിനും കൈ കാശ് വേണം. സോമേട്ടാ, ദാ ചന്ദ്രിക. ദാ സുമിത്രേച്ചി. എന്താ ഇത്? പൈസ. അത് മനസ്സിലായി. എന്തിനാന്നാ ചോദിച്ചത്? ചേച്ചി ഇത് വാങ്ങിക്കേ. വെറുതെ ആരെങ്കിലും നീട്ടുന്ന കാശ് ഞാൻ വാങ്ങാറില്ല. ഇത് വെറും കാശല്ല സുമിത്രേ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. 1,00,000 രൂപയുണ്ട്. മനീഷിന്റെ ബിസിനസ് മെച്ചപ്പെടുത്താനായിട്ട് ഈ തുക ഉപയോഗിക്കാം. ഇതുപോലെ പണവും കൊണ്ട് നിങ്ങൾ മുമ്പൊരിക്കലും ഇവിടെ വന്നു. അന്ന് വാങ്ങാത്ത 1,00,000 ഞാൻ ഇന്ന് വാങ്ങുമെന്ന് കരുതുന്നുണ്ടോ? അന്ന് ലൈല ഞങ്ങളുടെ മോള് മാത്രമായിരുന്നു, ഇന്നതല്ല. ഇവൾ ഇവിടുത്തെ മരുമകളാണ്, ചേച്ചിയുടെ മകന്റെ ഭാര്യ. അതുകൊണ്ട് ഈ പണം സ്വീകരിക്കുന്നതിൽ ഒരപാകതയും ഇല്ല. എന്തായാലും ഞാനിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ചേച്ചിക്ക് വേണ്ടിയല്ല, മനീഷിനു വേണ്ടി. അവന്റെ അമ്മ എന്ന നിലയ്ക്ക് ഇത് വാങ്ങണം. സ്ത്രീധനം വാങ്ങാനുള്ള യോഗ്യത ഇപ്പോഴത്തെ ചുറ്റുപാടിൽ മനീഷിനില്ല. ആദ്യം അവൻ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കാണിക്കട്ടെ. സ്വന്തമായി ഒരു 10 രൂപ പോലും ഉണ്ടാക്കാത്തവൻ ഭാര്യ വീട്ടിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാൻ അർഹനല്ല. ഇത് ഞങ്ങൾ ലൈലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പണമാ. മോളെ ഏൽപ്പിക്ക് ചന്ദ്രികെ. ചേട്ടൻ പറഞ്ഞത് കാര്യമുണ്ട്. വാങ്ങിക്കില്ലല്ലേ? മനീഷിന് അർഹതയില്ലാത്ത പൈസ വാങ്ങിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ അവക്കുണ്ട്. ഓ, അത്ര മാന്യതയില്ലാത്തവരായി പോയി ഞങ്ങൾ രണ്ടുപേരും. നീ ഞങ്ങളെ ഒഴിവാക്കുകയാണോ പെണ്ണെ? ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യ സുമിത്രേ. ഞങ്ങളുടെ വിയർപ്പ് പുരണ്ടതാ ഈ 1,00,000 രൂപ. ഇത്ര അവഗണന പാടില്ല സുമിത്രേച്ചി. അത്ര നിർബന്ധമാണെങ്കിൽ ഈ തുക ലൈലയുടെ പേരിൽ നിങ്ങൾക്ക് ബാങ്കിലിടാം. പക്ഷേ അത് ഇവളുടെയും മനീഷിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് വേണ്ട, ലൈലയുടെ പേരിൽ മാത്രം മതി. അപ്പോഴും ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ എന്നുള്ള വിചാരമാണ് നിങ്ങൾക്ക്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാ. അഭിമാനത്തെപ്പറ്റി ഒന്നും പറയണമെന്നില്ല. നിങ്ങൾ മറന്നെങ്കിലും ഞാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ചന്ദ്രിക ഇവിടെ വന്ന് പറഞ്ഞതെന്താ? നിങ്ങളുടെ മോള് ഗർഭിണിയാണെന്ന്, മനീഷാണ് ഉത്തരവാദിയെന്ന്. അമ്മേ, എന്നിട്ട് ആ ഗർഭം ഇപ്പൊ എവിടെ പോയി? അപ്പൊ അതൊരു ഭീഷണിയായിരുന്നു. എങ്ങനെയെങ്കിലും ഇവളെ മനീഷിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള അടവ്.
എന്തൊക്കെയാ അമ്മ ഇത്? വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്ന് വരെ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ്. മോൾക്കില്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറയുന്നത് അഭിമാനമാണോ? പ്രായം തികഞ്ഞൊരു പെണ്ണ് ഒരുത്തം കാരണം പേരുദോഷം ഉണ്ടായി വീട്ടിൽ നിന്നാലേ ഇതല്ല ഇതിലപ്പുറം പറഞ്ഞെന്നിരിക്കും. പെൺകുട്ടികളുള്ള ചേച്ചിയോട് ഞാൻ അധികം പറയുന്നില്ല, പറഞ്ഞ പിണങ്ങേണ്ടി വരും. എന്ത് പിണങ്ങേണ്ടി വരുമെന്ന്? മുന വെച്ചുള്ള വർത്താനൊന്നും വേണ്ട കേട്ടോ. ഓ, ഞാൻ പറയുന്നതാ കുറ്റം. ഇവിടുത്തെ പെമ്പിള്ളേരുടെ അമ്മേ മതി. എടി ഞാൻ മതി പറഞ്ഞത്. ദേ അമ്മായിയമ്മയെ കണ്ട് നീ അധികം ഞെളിയണ്ട. പുതുമോടി ഉടനെ അങ്ങ് മാറും, പറഞ്ഞേക്കാം. പിന്നെ സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം. ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല. ചേച്ചി, നിങ്ങൾക്ക് നിങ്ങളുടെ അന്തസ്സിനേക്കാൾ വലുതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ്. ഈ 1 ലക്ഷം ഇവിടെ ആവശ്യമായിട്ട് വരും. അന്നേരം ചേച്ചി ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരു അവസരം വരുന്നത് വരെ ഇത് ഞങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. ഞങ്ങൾ പോവാ. മക്കളെ, മക്കള് വാ മനുഷ്യ ഇങ്ങോട്ട്.